അങ്ങനെ പല ചരിത്രങ്ങളും സൃഷ്ടിച്ചിട്ടുള്ള ബംഗാൾ വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തൂത്തറിഞ്ഞൊരു മുഖ്യമന്ത്രി അള്ളി പിടിച്ച് റൈറ്റേഴ്സ് ബിൽഡിങ്ങിലെ സെക്രട്ടേറിയറ്റിൽ നബന്ന എന്നാണ് അതിന് പറയുന്നത് ബംഗാളികൾ. ആ നബന്നയിൽ കടിച്ചു തൂങ്ങിയിരിക്കുക. ആ നാണക്കേട് അവരെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഒരു റെക്കോർഡ് അവിടെ ഉണ്ടാക്കിയിരിക്കുക. ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മലയാള പത്രങ്ങൾ പോലും പറയുന്നത് SIRൻ്റെ ഇരയായി മമതാ ബാനർജി എന്നുള്ള മണ്ണിലാണ്. വാസ്തവത്തിൽ ഇത് ഫാക്ച്വലായിട്ട് തന്നെ വലിയൊരു എററാണ്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വെട്ടിമാറ്റപ്പെട്ടത് 20 മണ്ഡലങ്ങളിലാണ്. ആ 20 മണ്ഡലങ്ങളിൽ 13 സീറ്റുകളും നേടിയിരിക്കുന്നത് TMC. അവിടെ ഭൂരിപക്ഷം TMC തന്നെയാണ് ഈ പ്രാവശ്യവും നേടിയത്. അപ്പോൾ SIRൽ അങ്ങ് പറഞ്ഞ പോലെ 70,000-ഓളം അല്ലേ 70 ഹിന്ദുക്കളാണ് വെട്ടിമാറ്റപ്പെട്ടത്. ഇതൊന്നും 70% ഹിന്ദുക്കളാണ്. 70% എന്ന് പറയുമ്പോൾ 70,000-ഓളം അടുത്ത് വരും. 91 ലക്ഷം പേരാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ വരും. അതെ, 91 ലക്ഷം പേര് ഒഴിവാക്കപ്പെട്ടതിൽ ഏതാണ്ട് 60 ലക്ഷത്തിലധികം പേരും 62 ലക്ഷം പേരും മരിച്ചുപോയവരും ആ സംസ്ഥാനം വിട്ടുപോയവരും, അതായത് ജെന്യുവിനല്ലാണ്. 27 ലക്ഷം പേരാണ് അപ്പീൽ കൊടുത്തത്. അപ്പോൾ ആ അപ്പീൽ കൊടുത്തവരിൽ നിന്ന് സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള ഏതാണ്ട് സുപ്രീം കോടതി ലാർജ് സ്കെയിലിൽ ജുഡീഷ്യൽ ഓഫീസർ ജഡ്ജസിൻ്റെ നേതൃത്വത്തിൽ അവിടെ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായി. അപ്പോൾ ഇലക്ഷന് 3 ദിവസം വരെ അപ്പീൽ സ്വീകരിക്കാനും അവർക്ക് വോട്ട് കൊടുക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിലാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. കാരണം ഒരുപാട് സമരങ്ങളും ഒരുപാട് സമരാഭാസങ്ങളും ഒക്കെ നടത്തി ഈ ഒരു വല്ലാതെ ഒരു വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ശൈലി അവരുടെ ഒരു കൂടപ്പിറപ്പാണ്. അപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി നമ്മുടെ ഇന്ത്യൻ ഭരണവ്യവസ്ഥ, നമ്മുടെ ഭരണഘടനാ സംവിധാനം, ഏതൊരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെയും ബൈബിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ. അപ്പോൾ ഇതിൽ ഏതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസുകൾ എങ്ങനെയെല്ലാം വർക്ക് ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മളൊരു മാൻഡേറ്റ് എന്ന് പറഞ്ഞത് 5 വർഷത്തേക്കാണ് നിയമസഭയിൽ. ആ നിയമസഭ ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്യുന്നതിൻ്റെ അന്ന് നിലവിൽ വരികയാണ്. അത് 5 വർഷം തികയുന്നതിന് അന്ന് അത് വോളണ്ടറി ആയിട്ട് തന്നെ ഇല്ലാതാകുകയാണ്. അപ്പോൾ ഞാൻ രാജിവെച്ചാലും ഇല്ലെങ്കിലും പുതിയ നിയമസഭ നോട്ടിഫൈ ചെയ്തതോടെ പഴയ നിയമസഭ ഇല്ല. അപ്പോൾ ഞാൻ പഴയ നിയമസഭയിലെ MLA എന്നുള്ള തലത്തിൽ എനിക്ക് ആ അവകാശങ്ങൾ എൻജോയ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ മമതാ ബാനർജി രാജിവെക്കാത്തതും വെക്കുന്നതും ഒക്കെ ഒരേ എഫക്റ്റാണ്. അതൊരു മാന്യതയുടെ, രാഷ്ട്രീയ മര്യാദയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസോ ഒന്നുമല്ല രാജിവെക്കാതിരിക്കുന്നത്. കാരണം അത് നീക്കം ചെയ്യാവുന്നതല്ല. കാരണം പുതിയ നിയമസഭ വരുമ്പോൾ മുൻകാല ണ്ടായിരുന്ന MLA-മാർ, അല്ലെങ്കിൽ കാരണം മന്ത്രിസഭയെന്ന് പറയുന്നത് ആ നിയമസഭയ്ക്ക് നിലവിലുള്ള കാലഘട്ടത്തിലല്ലേ വാദകമുള്ളൂ. കെയർടേക്കർ ഗവൺമെൻറ് എന്ന് പറയുന്നത് പുതിയ സർക്കാർ വരുന്നത് വരെ നിൽക്കുന്നത്. അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഇല്ല. അതുകൊണ്ടാണ് അതൊരു കെയർടേക്കർ ഗവൺമെൻറ് എന്ന് പറയുക. അത് ഗവർണറുടെ ഡിസ്ക്രിപ്ഷന് വിടുന്ന കാര്യമാണ്. അപ്പോൾ മമതാ ബാനർജി ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർ ഒരു വല്ലാത്ത, നമുക്ക് ഇതുവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാത്ത ഒരു പ്രകൃതമാണ്. അവർ സുപ്രീം കോടതിയിൽ, കാരണം ഞാൻ സുപ്രീം കോടതിയിൽ അവരെ നേരിട്ട് ഈ SIRനെതിരായിട്ട് വാദിക്കുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾക്ക് വേണ്ടപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പം എൻ്റെ ഒരു ബന്ധുവിന് ഓപ്പറേഷൻ നടത്തുമ്പോൾ ഞാൻ കയറിയല്ല ഓപ്പറേഷൻ നടത്താൻ പാടില്ല, എക്സ്പെർട്ട് ചെയ്യണം. അതുപോലെ സുപ്രീം കോടതിയിൽ നിയമപരമായ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ലോ ബിരുദമുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ പോയി വാദിക്കാൻ പറ്റില്ല. ഈ മുഖ്യമന്ത്രി എന്താ ചെയ്താലും മുഖ്യമന്ത്രി നേരിട്ട് വാദിക്കാണ്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജസ് അന്നിരുന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ നേരിട്ട് നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. കാരണം ഇവരെ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. കാരണം ഈ നിയമം അനുശാസിക്കുന്ന ഒരു കോൺസെപ്റ്റും അവർക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. അവരെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പം ഈ വിഷയത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 15 വർഷമായിട്ട് മമതാ ബാനർജിയുടെ ഭരണം നമ്മൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന 34 വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണത്തിൻ്റെ തുടർച്ചയായിരുന്നു അതിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ ബിഹേവിയറിൽ. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ എല്ലാവിധ ജനാധിപത്യ മര്യാദകളെ ലംഘിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷ ദുർഭരണത്തെ തകർത്തെറിഞ്ഞാണ് 2011 മമതാ ബാനർജി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ, വിശേഷം കേരളത്തിലുള്ള ആളുകളുമൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. പക്ഷേ നമ്മൾ പിന്നീട് കാണുന്നത് 2016 ആകുമ്പോഴത്തേക്കും അവർ കൂടുതൽ പിന്തുണയോടെ അധികാരത്തിൽ വരികയും ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ അണികളും ഇതിലേക്ക് തൃണമൂൽ കോൺഗ്രസിലേക്ക് അണിനിരക്കുന്ന സാഹചര്യം വന്നു. അപ്പോൾ ഇടതുപക്ഷ ഭരണകൂടം എന്ത് ചെയ്തിരുന്നോ അത് തന്നെ അവരും സ്വീകരിച്ചു. വിശേഷിച്ചും ഈ പല മേഖലകളിലുണ്ട്, അതിപ്പം വിശേഷിച്ച് മൈനോറിറ്റി മേഖലകളിലും
കുടിയേറ്റ മേഖലകളിലൊക്കെ ആയിട്ടുള്ള പല ജില്ലകളും മുർഷിദാബാദ്, മാൾഡ ഇതുപോലെയുള്ള ബെൽറ്റിലൊക്കെ തന്നെ നമുക്ക് ഈ ജനസംഖ്യാപരമായിട്ടുള്ള വിഷയങ്ങൾ, ഡെമോഗ്രാഫിക് ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഏതാണ്ട് 60ഓളം നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം സമൂഹം 40% കൂടുതൽ വോട്ടുള്ളവരാണ്. ഏതാണ്ട് 90ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും. 30% മുകളിലൊക്കെ വോട്ട് വരും. അപ്പോൾ അതിൽ പല ഭാഗങ്ങൾ നമ്മളിപ്പോൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമം പോലെ തന്നെയാണ്. അവിടെ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ടവർക്ക് CPMൻ്റെ കാലഘട്ടത്തിലും ഏജന്റുമാരായിട്ട് ഇരിക്കാൻ കഴിയില്ല. അത് മമതാ ബാനർജി വന്നപ്പോൾ 2016 ശേഷമുള്ള തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അവിടെ ഏജന്റുമാരുണ്ടാവില്ല. മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംഘർഷവും കൊലപാതകവും നടന്നത് മമതാ ബാനർജിയുടെ കാലഘട്ടത്തിലാണ്. CPMൻ്റെ കാലഘട്ടത്തിൽ നടന്ന കൊലപാതകങ്ങൾ പലപ്പോഴും പുറംലോകം അറിഞ്ഞിരുന്നില്ല. ഇതങ്ങനെയല്ല. ഇപ്പം നമ്മൾ വിഷ്വൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിക്രൂരമായ നരഹത്യയാണ് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഉണ്ടാകുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ നിരവധി തവണ ഇടപെടൽ നടത്തിയ വിഷയങ്ങളാണ് അത്തരം. അപ്പോൾ അങ്ങനെ ക്രമസമാധാന പാലനത്തിൽ അവർ പരിപൂർണമായി പരാജയപ്പെട്ടു. വികസന കാര്യത്തിൽ ആ സംസ്ഥാനത്ത് മമതാ ബാനർജി ജനകീയമാകുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായ നിരവധി വെൽഫെയർ സ്കീമുകൾ കൊണ്ടുവന്നു. അത് തൊഴിലധിഷ്ഠിതമായ പദ്ധതികളൊന്നും കൊണ്ടുവന്നില്ല. അവർക്ക് ഒരുപാട് ഫ്രീബീസ് പോലെ കൊടുത്തിരുന്നു. മറ്റൊന്ന്, ഒരുപാട് സ്ത്രീകളെ അവർ രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുവന്നു, MLA-മാരായിട്ടും MP-മാരുമായിട്ടും. അപ്പോൾ അങ്ങനെ സ്ത്രീകളുടെ പിന്തുണ അവർ നല്ലവണ്ണം ആർജിച്ചു, ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ അവർ ആർജിച്ചു. അപ്പം ഒരു ബദലായിട്ടുള്ളൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. ആദ്യം 2011 പ്രധാന പ്രതിപക്ഷമായിട്ട് കോൺഗ്രസ് മാറി. 2016 കോൺഗ്രസ് തന്നെ മുഖ്യ പ്രതിപക്ഷമായി. BJPക്ക് വെറും 3 സീറ്റാണ് 2014 കിട്ടുന്നത്. 10% വോട്ട് ലഭിച്ചു. 2021 ആകുമ്പോഴത്തേക്കും BJP മുഖ്യ പ്രതിപക്ഷമായി 77 സീറ്റ് നേടി. ഒരു ജമ്പുണ്ടായി. അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസും CPMും രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു. അപ്പോൾ ആ സമയത്ത് പിന്നീട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ BJP ആയി. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 18 സീറ്റ് നേടിയാണ് BJP 40% വോട്ടോടെ വരുന്നതാണ് ആദ്യ തുടക്കം. അപ്പോൾ 21 ആകുമ്പോഴത്തേക്കും നിയമസഭയിൽ വന്നപ്പോഴത്തേക്കും വോട്ടിൽ 1% വോട്ട് കുറഞ്ഞു. പക്ഷേ 77 സീറ്റുമായി വന്നു. പിന്നീടാണ് BJPയുമായിട്ട് തൃണമൂൽ കോൺഗ്രസ് സംഘർഷത്തിലേർപ്പെടുന്നത്. അപ്പം BJP ജയിച്ച മേഖലകളിലൊക്കെ തന്നെയാണ്. അപ്പോൾ 2021 ഒരു വേറൊരു പ്രത്യേകത, സുവേന്ദു അധികാരി ഇപ്പോൾ അദ്ദേഹത്തിന് തൃണമൂൽ പാർട്ടിയിൽ വർക്ക് ചെയ്തൊരു പശ്ചാത്തലമുള്ള ആളാണ്. അദ്ദേഹം മമതാ ബാനർജിയുടെ മണ്ഡലത്തിൽ അല്ല, അന്ന് അദ്ദേഹം നന്ദിഗ്രാമിൽ പോയി മത്സരിച്ച് മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി. അപ്പോൾ 2021 അവർ മുഖ്യമന്ത്രിയായി തിരിച്ചു വരുമ്പോൾ അവർ MLA ആയിരുന്നില്ല. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഭവാനിപ്പൂരിൽ നിന്ന് അവർ വിജയിക്കുക ചെയ്തത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഭവാനിപ്പൂരിൽ പോയിട്ട് പരാജയപ്പെടുത്തിയെന്നുള്ളതാണ്. ആ തരത്തിൽ ഇവരുടെ ഒരു അഗ്രസീവായ രാഷ്ട്രീയ ശൈലിക്ക് ബദലായിട്ടൊരു ജനകീയമായ രീതിയിൽ ചെറുത്തുനിൽപ്പുമായിട്ടാണ് സുവേന്ദു അധികാരി ആ തരത്തിൽ നേതൃത്വം മുഖ്യമന്ത്രിയായിട്ട് അധികാരം വരും. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അങ്ങ് CPMൻ്റെ ഈ ട്രജക്ടറിയൊക്കെ ശരിക്കും പരിശോധിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് CPM അവിടെ പോയി, തൃണമൂൽ വന്നതോടുകൂടി CPMൻ്റെ ഇല്ലേ ഒരു തിരിച്ചുവരവ് ഉണ്ടാവാത്ത രീതിയിൽ അത് പോയി കഴിഞ്ഞു, ത്രിപുരയിലും പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ BJP ഇങ്ങനെ അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞാൽ TMC അവിടെ ഇനി തിരിച്ചുവരവ് ഉണ്ടാവുമോ? അല്ല, അതിനുള്ള സാധ്യത കുറയാണ്. അല്ല, തൃണമൂൽ കോൺഗ്രസ് തന്നെ മുഖ്യ പ്രതിപക്ഷമായി തുടരും. കാരണം കോൺഗ്രസിനും CPMനും അവിടെ പ്രതിപക്ഷമായി നിലനിൽക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് കഴിഞ്ഞ 2021 കോൺഗ്രസ് CPMനും 0 സീറ്റാണ് ലഭിച്ചത്. വോട്ട് ശതമാനം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 2.7% ആണ്. അതുപോലെ CPMന് 34 വർഷം അവിടെ ഭരിച്ച CPM കിട്ടിയ 4.4% വോട്ടാണ്. ഒരു സീറ്റ് CPMന് ഈ തവണ ലഭിച്ചു. അതായത് അവിടെ അക്കൗണ്ട് തുറന്നു CPM എന്ന് പറയാം. അതുപോലെ കോൺഗ്രസിന് 2 സീറ്റ് ലഭിച്ചു. ഏകയാൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ കൊണ്ട് 100 ആളുടെ ഫലം സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന് CPM തെളിയിക്കാൻ പോകും. ഫസൂർ റഹ്മാൻ അല്ലേ? അത് നമുക്ക് അതിനെ അംഗീകരിക്കാം. നമ്മളതിനെ അവരുടെ വീരവാദങ്ങളെ നമ്മൾ തള്ളിപ്പറയുന്നത് മര്യാദകേടാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രതിപക്ഷത്ത് നിന്ന് ഇന്നവിടെ ഒരു ബൈപ്പോളർ പോളിറ്റിക്സ് ആണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഹുമയൂൺ കബീർ എന്ന് പറഞ്ഞിട്ട് ഈ പുറത്തുപോയ ഒരു പാർട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ
പാർട്ടിയും ആം ജനതാ ഉന്നയൻ പാർട്ടി എന്നുള്ള പാർട്ടിയും പ്രതീക്ഷിച്ചതുപോലെ 1% താഴെ വോട്ട് ലഭിച്ചു. നമ്മൾ വിചാരിച്ചതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടാക്കാൻ ശ്രമിച്ചില്ല. OACയും അദ്ദേഹം കൂടെ ചേർന്നിട്ടാണ് അവിടെ ചില മത്സരങ്ങൾ നടത്തിയത്. അപ്പം നമ്മളെ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെയുള്ള ജനപിന്തുണ ഉണ്ടായില്ല. ഫലത്തിൽ ഇന്നൊരു ബൈപ്പോളർ പൊളിറ്റിക്സ് ആയിട്ട് പശ്ചിമ ബംഗാൾ മാറി. BJP വേഴ്സസ് TMC. അതെ. ഇനി BJP അവിടെ അധികാരത്തിൽ വരുമ്പോഴുണ്ടാകുന്ന മാറ്റം ഒന്ന് UP-യിലുണ്ടായതുപോലെ മാഫിയ രാജിന് ക്രമസമാധാന പാലനത്തിൽ വിപ്ലവകരമായ മാറ്റം BJP-യുടെ കീഴിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത് വികസന രംഗത്ത് ഇപ്പം കഴിഞ്ഞ 12 വർഷമായിട്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ, വിശേഷിച്ച് ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ മേഖല വലിയ വികസനം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായി. ഞാൻ ഈ മേഖലയിലൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കൽക്കട്ടയിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേണിംഗ് ബോർഡിലുള്ള ഒരാളാണ്. അപ്പം എനിക്ക് പരിചയമുള്ളതാണ്. അപ്പം പക്ഷേ ഈ വികസനമൊന്നും, വിശേഷിച്ച് ഇൻഫ്രാസ്ട്രക്ചർ വികസനമൊന്നും പശ്ചിമ ബംഗാളിൽ നമുക്ക് കാണാനില്ല. നമ്മളിന്ന് പശ്ചിമ ബംഗാൾ വളരെ വളരെ പിന്നിലാണ്. ഇന്നും അംബാസഡർ ടാക്സിയും അതുപോലെ ആൾക്കാർ വലിക്കുന്ന ടാക്സിയും സൈക്കിൾ റിക്ഷയും ഉള്ള ഏക സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ മാറിയിട്ടുണ്ട്. വികസന കാര്യത്തിലും അതുപോലെ തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം പോലും തുടങ്ങാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കുറച്ച് ഫ്രീബീസ് കൊടുക്കുന്നു. ജനക്ഷേമകരമായ കാര്യങ്ങളിൽ വിശേഷിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പരിപാടി, വിദ്യാഭ്യാസത്തിനുള്ള സപ്പോർട്ട്, അതുപോലെ വീട്ടമ്മമാർക്കുള്ള സപ്പോർട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് നിരന്തരമായിട്ടുള്ള 12ഓളം സ്കീമുകളുണ്ട് അങ്ങനെ. പക്ഷേ നമ്മൾ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇന്ന് പശ്ചിമ ബംഗാളിലെ യുവാക്കളാണ് ഇന്ത്യ മുഴുവനുള്ള മാനുവൽ ജോലി ചെയ്തത്, കേരളം ഉൾപ്പെടെ. കാരണം വിദ്യാഭ്യാസ രംഗത്ത് ബാക്കിയുള്ളവർ ഗുണ്ടാപ്പണി അല്ല. CPM-ന്റെ 34 വർഷ ഭരണം കൊണ്ട് കംപ്ലീറ്റ് തകർന്നു. അവിടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും പശ്ചിമ ബംഗാൾ വളരെ പുറകിലായി. ആ തരത്തിൽ ബംഗാളികളിൽ വിദ്യാഭ്യാസം നേടിയ ആളുകൾ ആ സംസ്ഥാനം വിടുകയോ മറ്റ് മേഖലകളിലേക്ക് പോവുകയും ചെയ്തു. അപ്പം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ഇന്ത്യക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസപരമായ പശ്ചാത്തലമോ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഏതെങ്കിലും അറിവോ അവർക്ക് നേടാൻ കഴിയാതെ പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബോംബെയിലും ഡൽഹിയിലും നമ്മുടെ മറ്റ് നിർമ്മാണ മേഖലയിലൊക്കെയാണ് അവർ നിറഞ്ഞു നിൽക്കുന്നത്. അതേസമയം തന്നെ ഉന്നതമായ മേഖല അല്ലെങ്കിൽ ജോലിയുടെ തലങ്ങളിലൊന്നും അവർക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയി. അപ്പോൾ അതിന് വലിയ മാറ്റം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 50 വർഷത്തെ ഈ പറഞ്ഞ ഒരു സ്വേച്ഛാധിപത്യപരമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു ഭരണ സംവിധാനമാണ് പശ്ചിമ ബംഗാളിലുണ്ടായിരുന്നത്. അത് 34 വർഷത്തെ CPM-ഉം 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് അതിന് ഒരേ ശൈലിയായിരുന്നു. പക്ഷേ ഇനി ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ബംഗാളിൽ ഉദയം ചെയ്യാൻ പോവുകയാണ്. അത് 207 സീറ്റോടെ വരുന്ന BJP-ക്ക് ഉണ്ടാകുന്ന മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ 46% വോട്ട് ലഭിച്ചിട്ടുണ്ട്. വലിയൊരു മാൻഡേറ്റുമായിട്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. അതിനെതിരെ നമ്മളിനി മലയാള മാധ്യമങ്ങളിൽ ആരൊക്കെ എന്ത് പറഞ്ഞാലും അതിൽ നമുക്കറിയാലോ, ജനാധിപത്യ മര്യാദ ഉള്ള ഒരാളിനും ആ തരത്തിലുള്ള ഒരു നിരീക്ഷണം നടത്താൻ കഴിയില്ല. കാരണം വളരെ സുതാര്യമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ, ഏതാണ്ട് എല്ലാ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും ഇതിൽ നമ്മൾ വെബ്കാസ്റ്റിംഗ് നടത്തിയിരുന്നു. കാരണം എല്ലാം തന്നെ റെക്കോർഡഡ് ആണ്. അപ്പം വിശേഷം സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ നടത്തിയിരുന്നു. 91 ലക്ഷത്തോളം പേര് നമ്മൾ ഈ SIR-ലൂടെ പുറകിൽ പോയി. അത് തമിഴ്നാട്ടിൽ 61 ലക്ഷം പേര് അതുപോലെ SIR-ലൂടെ ഒഴിവാക്കപ്പെട്ടു. അതിൽ 62 ലക്ഷം പേരും മരിച്ചുപോയവരും അതുപോലെ പുറത്തുപോയവരായിരുന്നു. ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അപ്പീൽ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ഒരു പോയിന്റ് പറയേണ്ടതല്ലേ, അതിൽ 70% പേര് അവിടുത്തെ ജനസംഖ്യയിൽ ലാസ്റ്റ് സെൻസസിൽ 27% മുസ്ലിം സമൂഹം, എന്നാൽ 30% മുസ്ലിങ്ങളുണ്ടാവും. ഇപ്പം 70% SIR-ലൂടെ പുറത്തു പോയവര് ഹിന്ദുക്കളാണ്. അപ്പം മുസ്ലിം സമൂഹം അല്ല പോയത്. മറ്റൊന്ന്, SIR-ലൂടെ ഏറ്റവും കൂടുതൽ പേരുകൾ വെട്ടിമാറ്റപ്പെടുത്തിയെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങൾ, 1 ഡസനിലധികം മണ്ഡലങ്ങൾ, ഭൂരിപക്ഷം മണ്ഡലങ്ങൾ ജയിച്ചത് തൃണമൂൽ കോൺഗ്രസ്സാണ്, BJP അല്ലാതുള്ളത്. അപ്പോൾ അതുകൊണ്ട് SIR ജനാധിപത്യപരമായ രീതിയിൽ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയാണ്. അല്ലാതെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയല്ല, നമ്മുടെ ഭരണഘടനയുടെ അജണ്ടയാണ്. ആ ശുദ്ധീകരണ പ്രക്രിയ കൊണ്ട് ഉണ്ടായ നേട്ടം, പഴയകാലത്ത് CPM-ഉം TMC നടത്തിയിരുന്ന കള്ള വോട്ടുകൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലും നമ്മൾ ഈ പാർട്ടി ഗ്രാമം എന്ന് പറയുന്നത് പോലെയുള്ള അവിടുത്തെ പാർട്ടി ഗ്രാമങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടായ കള്ള വോട്ടിനുള്ള സാധ്യത പൂർണ്ണമായിട്ടും ഇല്ലാതായി അടച്ചു. അതാണ് അതിൻ്റെ ഒരു ദോഷം അവർക്കുണ്ടായത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, RG കർ മെഡിക്കൽ കോളേജിലെ പോലെ
അതിദാരുണമായിട്ട് പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും ഇതിലെല്ലാം പ്രതികൾ TMC ഗുണ്ടകളായിരിക്കുകയും അതുപോലെ തന്നെ സന്ദേശ് ഖലീലെ ഷാജഹാൻ ഷെയ്ഖിൻ്റെ നേതൃത്വത്തിൽ നടന്ന മാടമ്പിത്തരത്തോടുകൂടി പെണ്ണുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ബലാത്കാരം ചെയ്യുന്ന രീതി, അതിലൊക്കെയുള്ള പ്രതിഷേധം കൂടി ഇതിൽ ആവിർഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഇരയുടെ അമ്മ സ്ഥാനാർത്ഥിയാണ്, അവർ ജയിച്ചു. അല്ല, അത് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത ഈ മറ്റ് സ്റ്റേറ്റിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ ഭരണകൂടം അതിനെ ന്യായീകരിക്കുകയും സപ്പോർട്ട് ചെയ്യും, അതിന് പിന്തുണ കൊടുക്കുകയും നിയമവ്യവസ്ഥയെ തന്നെ ഒരു തരത്തിൽ അവർ, അതായത് ഇരകൾക്കല്ല പ്രതികൾക്ക് അനുകൂലമായ രീതിയിൽ നിയമവ്യവസ്ഥയെ കൊണ്ടുപോകുന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ചെയ്ത അപരാധം എന്ന് പറയുന്നത്. തീർച്ചയായും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. മറ്റു പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്, അത് നമ്മൾ ആർജിക്കർ മെഡിക്കൽ കോളേജിൻ്റെ ഇഷ്യൂ തന്നെ, ഇതിനെല്ലാം തന്നെ കവറപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. പെൺകുട്ടി എന്തിന് രാത്രി മെഡിക്കൽ കോളേജിൽ പോയി എന്നാണ് ചോദിക്കുന്നത്. അല്ല, അതുപോലെ തന്നെയാണ് സന്ദേശ് ഖലീലാണെങ്കിൽ അവർ ചെയ്യുന്നത് ഈ ഇത്തരം വിഷയങ്ങളെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയും അതിനെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് പൊട്ടിത്തെറിക്കുകയുണ്ടായി. അപ്പം ഇന്ന് അവിടെ ജനങ്ങൾ നേരിടുന്ന വിഷയം ഈ വികസന വിഷയത്തിൽ, അതായത് ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന കാര്യത്തിൽ പരിപൂർണമായും പരാജയപ്പെട്ടു. ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ കേന്ദ്ര സർക്കാരുമായിട്ട് 15 വർഷമായിട്ട് സംഘർഷത്തിലാണ്. ഒരുപാട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട് ജനങ്ങളുടെ വികസന കാര്യങ്ങളിൽ, ക്ഷേമ കാര്യങ്ങളിൽ. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ BJPയുടെ പദ്ധതികളല്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ BJPക്ക് ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള ധാരണയോ തെറ്റിദ്ധാരണയോ കൊണ്ട് രാഷ്ട്രപതിയെ അപമാനിച്ചു. രാഷ്ട്രപതി അപമാനിക്കുക മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അതിർത്തിയിലെ BSFന് വേലി കെട്ടാനുള്ള സ്ഥലം അനുവദിക്കാതെ നമ്മുടെ ദേശീയ സുരക്ഷയെ സാർ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഏതാണ്ട് 4000 കിലോമീറ്ററോളം വരുന്ന ഇന്ത്യയുടെ ബോർഡറാണ് നമ്മൾ ഈ ബംഗ്ലാദേശിൻ്റെ ഭാഗം, അതിൻ്റെ ഒരു പ്രധാന ഭാഗം വരുന്നത് പശ്ചിമ ബംഗാളാണ്. അപ്പോൾ നമ്മുടെ ബംഗ്ലാദേശാണ് ഒരു കാലത്ത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ, ചൈനയുടെ പിന്തുണയുള്ള മറ്റ് യൂറോപ്യൻ അമേരിക്കൻ ശക്തികളുടെ പിന്തുണയുള്ള ശക്തികളും തീവ്രവാദ ശക്തികളൊക്കെ അഭയകേന്ദ്രം ഒരു കാലഘട്ടത്തിൽ ബംഗ്ലാദേശായിരുന്നു. അപ്പോൾ ആ ബംഗ്ലാദേശിനെ ആ തരത്തിൽ നിലനിർത്തുന്നത് പിന്നീട് ഈ അടുത്ത കാലത്താണ് നമ്മുടെ അവാമി ലീഗ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് അതിനൊരു ചെറിയ മാറ്റം വന്നത്. പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ അവിടുത്തെ ദുർഭരണം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് അതിക്രൂരമായ പീഡനം നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതൊക്കെ പശ്ചിമ ബംഗാളിൽ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. അവസാനമായിട്ടൊരു ചോദ്യം കൂടി, അതായത് ഈ അഭിഷേക് ബാനർജിയാണെന്ന് പറയുന്നു സുവേന്ദു അധികാരിയുടെ PA ആയിരുന്ന ആളിനെ സുന്ദരനായ യുവാവിൻ്റെ കൊലപാതകത്തിന് കാരണക്കാരെന്നാണ് പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നാൽ ഈ അഭിഷേക് ബാനർജിയും മമതാ ബാനർജിയുടെ മരുമകനാണ്, അതുപോലെ തന്നെ പിന്നെ മമതാ ബാനർജിയും ജയിലിലേക്ക് പോകേണ്ടി വരുമോ? അല്ല, അത് ശക്തമായ നിയമവ്യവസ്ഥയുടെ ശക്തമായ ഒരു നടപ്പാക്കുന്നൊരു സംവിധാനം അവിടെ നിലവിൽ വരും. അത് നമ്മൾ UP-യിൽ കണ്ടു, ആസാമിൽ കണ്ടു. ആസാമിലുണ്ടായ വലിയ മാറ്റം ഈ ക്രമസമാധാന പാലനത്തിലുണ്ടായതാണ് കഴിഞ്ഞ 10 വർഷം BJP സർക്കാരിൻ്റെ കീഴിൽ. ഇപ്പം അവിടെ BJP തുടർഭരണം ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ കൊടുക്കേണ്ട ആസാമിൽ. അതുപോലെ പശ്ചിമ ബംഗാളിലും നിയമവ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്ന ഒരു ഭരണക്രമത്തിൽ വരും. അതായിരിക്കും BJPയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. രണ്ടാമത് വികസന കാര്യത്തിൽ പശ്ചിമ ബംഗാൾ വലിയ സാധ്യതകളുണ്ട്. അത് പരിപൂർണമായിട്ട് ഉപയോഗിക്കുന്ന അവസരത്തിലേക്ക് വരും. ഇനി ഒരു ഗുണ്ടാരാജിലേക്ക് ആ സംസ്ഥാനം പുറകോട്ട് പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും വികസനത്തിന് കിട്ടിയ വോട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാം. നമുക്ക് അടുത്തതും കൂടെ എടുക്കാം. നമ്മൾ ഈ 3 മണ്ഡലങ്ങളുടെ വിഷയം സാറ് പറഞ്ഞല്ലോ, അത് എടുക്കാം. പാലക്കാട്, നേമം, മഞ്ചേശ്വരം അല്ലേ? മഞ്ചേശ്വരം. നമുക്കതെടുക്കാം. കേരളത്തിൽ BJPയെ കുറിച്ച് വേണമെങ്കിൽ ചെയ്യാം. വേണോ? BJP സാർ എനിക്ക് സമയമുണ്ട്, കുഴപ്പമില്ല. ചെയ്യണമെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് ചെയ്യാം. എൻ്റെ മുഖത്ത് പൗഡർ കൂടുതലുണ്ട്, നെറ്റിയിലില്ലല്ലോ? ഇല്ല. ഇതിൽ നോക്കുമ്പോൾ ഇങ്ങനെ വെള്ള പോലെ തോന്നുന്നുണ്ട്. ഇതിൻ്റെ എനിക്കും അങ്ങനെ തോന്നും. എനിക്ക് എന്നെക്കാളും വെളുപ്പ് തോന്നില്ല കാണിക്കുന്നത്. സാറെ കർച്ചീപ്പെടുത്തൊന്ന് തുടച്ചാൽ മതി, നെറ്റിയൊന്ന് തുടച്ചാൽ. അല്ല, പൗഡർ ഇട്ടല്ല, ഞാൻ വേണ്ടി സൺസ്ക്രീൻ. നമുക്ക് തോന്നുന്നു, അത് എനിക്കും തോന്നുന്നു. ലോഷൻ ഉപയോഗിക്കും, മുഖമല്ല നെറ്റിയുടെ. അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, പൗഡറിൻ്റെ അത് തോന്നുകയല്ല. എനിക്കിവിടെ നേരത്തെ ഇങ്ങനെ
വെയിലടിക്കുമ്പോഴേ ഇവിടെ ഒരു ഇതായിരുന്നു. എനിക്കും പ്രശ്നം. ഇങ്ങനെ ഒരു അലർജി. വെയിലടിച്ചാൽ ഇപ്പം അത് മമ്മിമാരാണ്. കറുത്ത പാട് വരും എനിക്ക്. പാടും ഇങ്ങനെ ചൊറിയും ഇങ്ങനെ. അപ്പോൾ ഇതിൽ രണ്ട് വിഷയങ്ങൾ. ഒന്ന് നമുക്ക് BJPയുടെ ഭാവിയെക്കുറിച്ചൊന്നും പറയാം ഞാൻ. കാരണം 30ഓളം മണ്ഡലങ്ങളിൽ നല്ല പ്രകടനം കഴിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം ഒരുപാട് മണ്ഡലങ്ങളിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് അങ്ങ് തുടങ്ങാം. ഓക്കെ ഓക്കെ, നമ്മൾ ഈ പറയുന്നത് നമ്മുടെ റെക്കോർഡ്. അപ്പോൾ ഇത് നമ്മുടെ 3, അതായത് നേമം, പാലക്കാട്, മഞ്ചേശ്വരം, ഈ 3 മണ്ഡലങ്ങളിൽ ലെഫ്റ്റ്, അത് നമുക്ക് തുടങ്ങാം. ലെഫ്റ്റ് കോൺഗ്രസ് ഇസ്ലാമിസ്റ്റ് ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. ഓക്കെ. കേരളത്തിലെ ഡീൽ 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 എന്ന് വളരെ പരസ്യമായിട്ട് കോൺഗ്രസും പറഞ്ഞു, CPM പറഞ്ഞു. പക്ഷേ ഡീൽ ഉണ്ടായിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലെങ്കിലും വളരെ സ്പഷ്ടമായിട്ട് അതിനുള്ള തെളിവ് നമുക്ക് പുറത്തു വരുന്നുമുണ്ട്. ഡീൽ നടന്നത് പക്ഷേ BJPയുമായിട്ടല്ല, കോൺഗ്രസും അതുപോലെ CPMും തമ്മിലാണ് ഡീൽ നടന്നിട്ടുള്ളത്. അത് നടന്നിട്ടുള്ളത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് സ്പഷ്ടമാകുന്ന കണക്കുകളാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വരുന്നത്. ആ 3 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്, അവിടുത്തെ കണക്കുകൾ എന്തൊക്കെയാണ്? BJPക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള 3 മണ്ഡലങ്ങൾ മഞ്ചേശ്വരം, പാലക്കാട്, തിരുവനന്തപുരത്ത് നേമം. ഈ 3 മണ്ഡലങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ള ലെഫ്റ്റ് കോൺഗ്രസ് ഇസ്ലാമിസ്റ്റ് ഗൂഢാലോചന നടന്നിട്ടുണ്ട് BJPയെ പരാജയപ്പെടുത്തുന്നത്. അതിൽ 2 മണ്ഡലങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. നേമത്ത് വിജയിക്കാതെ പോയി എന്നേ ഉള്ളൂ. കാരണം ഇത് ഞാൻ പറയുന്നത് വളരെ വ്യക്തമായ കണക്കുകൾ വെച്ചിട്ടാണ്. അപ്പം അതിൽ മഞ്ചേശ്വരം, പാലക്കാട് മണ്ഡലത്തിൽ നമുക്ക് ശോഭാ സുരേന്ദ്രന് വിജയം, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ വിജയം തടയുന്നതിനോട് അടുത്ത് നിൽക്കുന്ന പരാജയം അതിന് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ, വലിയൊരു ശതമാനം ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയി. സമാന്തരമായിട്ട് അവിടുത്തെ ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണവും ഉണ്ടായി. ഇടതുപക്ഷത്തിലേക്ക് പോകാതെ അത് പൂർണ്ണമായിട്ടും കോൺഗ്രസിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ 2024 അതായത് പാലക്കാടിലെ അവസാന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ്. 2024 ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 39,549 വോട്ടാണ്. അതിൽ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കുന്നത് 49,052 വോട്ടാണ്. അതായത് 33.8% വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കേണ്ടായി. അപ്പോൾ ഇടതുപക്ഷത്തിന് ലഭിക്കുന്നത് 2024 ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചത് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ മതി, റെക്കോർഡ് ആയിക്കോളും. ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതിൽ നോക്കി പിന്നെ ആദ്യം തൊട്ട് റിപ്പീറ്റ് ചെയ്യാൻ നല്ലത്. ഞാൻ കണക്ക് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്കുകൾ നല്ല വ്യക്തമായ കണക്കുള്ളതല്ലേ നമ്മൾ